ഹലോ ഡിയസ്. അപ്പൊ നമ്മുടെ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ സപ്ലിമെന്ററി എക്സാം എഴുതാൻ പോകുന്ന നമ്മുടെ ചങ്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകുകയാണ്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ 0 to ഹീറോ പ്ലാൻ എന്നുള്ള രീതിയിൽ ഒരു കിടിലൻ ടൈം ടേബിൾ ആണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. സോ ഈ ഒരു ടൈം ടേബിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ ഇതിനകത്ത് പുതുതായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ടൈം ടേബിൾ നിങ്ങൾ എന്ന് സ്റ്റാർട്ട് ചെയ്യണം, എന്ന് അവസാനിപ്പിക്കണം, കാരണം റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഫീൽഡിൽ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ആദ്യം പറയാം. എന്നാൽ നിങ്ങൾക്കൊരു ടൈം ടേബിളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നിങ്ങൾക്കൊരു ശ്രദ്ധിക്കാനൊരു താല്പര്യം ഉണ്ടാവും. അപ്പം ഞാൻ ഈ ഫീൽഡിൽ എൻ്റെ എക്സ്പീരിയൻസ് പുതുതായി കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയാം. ഒരു വർഷം സ്കൂളിൽ പോയിട്ട് ഈ സ്റ്റുഡൻറ്റിന് ലഭിച്ച മാർക്ക് 6 മാർക്കാണ്. അങ്ങനെ അഡ്ഡപടലം ഫെയിലായി വന്നിട്ട് പിന്നീട് നമ്മുടെ ബാച്ചിൽ അതിനകത്ത് അവർ ഫിസിക്സും കെമിസ്ട്രിയും ഫെയിലായി. അങ്ങനെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയപ്പോൾ കഷ്ടി ആ ഒരു സേ എക്സാം എന്ന് പറഞ്ഞാൽ +2 ഫെയിലായവർക്ക് പിന്നീട് നടക്കുന്ന എക്സാമാണ്. ഒരു മാസത്തെ സമയമാണ് പലപ്പോഴും ഉണ്ടാവുക. ആ ഒരു സമയം കഷ്ടി ഒരു മാസത്തെ സമയം കൊണ്ട് തന്നെ കണ്ടോ 6 മാർക്കിൽ നിന്നും അവരെ 32 മാർക്കിലോട്ട് എത്തിക്കാൻ എനിക്ക് സാധിച്ചു. അതും 2 സബ്ജക്ട് ഫെയിലായി വന്നിട്ടുണ്ടായിരുന്നു. കെമിസ്ട്രിയിൽ 6ൽ നിന്ന് 32 9 മാർക്കുമായി അട്ടപ്പടലം ഫെയിലായിട്ട് 31 16 മാർക്കുമായിട്ട് +1 ഫിസിക്സ് ഫെയിലായി. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഫെയിലായി. നിങ്ങൾ ആലോചിക്കുക, +2 ഫെയിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ നമ്പർ ഓഫ് ചാൻസ് കാണിക്കും. എത്രാമത്തെ തവണയാണ് പാസ്സായത്, നിങ്ങൾ ഫെയിൽ ആയ സ്റ്റുഡൻ്റ് ആണെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ ആകാതിരിക്കാൻ +1 മാക്സിമം മാർക്ക് വാങ്ങിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുപോലെ ഈ ഒരു സ്റ്റുഡൻറ്റ് 16 മാർക്കുമായിട്ട് +1 ഫിസിക്സ് അതിനകത്ത് ഫെയിലായി വന്നു. അങ്ങനെ പിന്നീട് +2 ഫെയിലായി. +2 ജസ്റ്റ് 18 ആയിട്ടും കാര്യമില്ലല്ലോ. +1 2 മാർക്കിനും ഫെയിൽ ആയതുകൊണ്ട് എന്തായി, +2 ബാക്കി എടുക്കാൻ പറ്റിയില്ല. +2 ജസ്റ്റ് 18 കിട്ടിയുള്ളൂ, 20 വേണമായിരുന്നല്ലോ. അങ്ങനെ അവർ ഫെയിൽ ആയിട്ട് കണ്ടോ സേ ബാച്ചിൽ ജോയിൻ ആയപ്പം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള +2 ഫിസിക്സിൽ പോലും ആ ഒരു കുറഞ്ഞ സമയത്തെ ക്ലാസ്സുകൾ കൊണ്ട് തന്നെ 40 എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇവര് 2 സബ്ജക്ട് ഫെയിൽ ആയ സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പം ഞാൻ കെമിസ്ട്രിയുടെ കേസ് പറഞ്ഞു, ഫിസിക്സിന്റെ കേസ് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു കേസുകൾ 14-32 ആയ കേസുകൾ, അതുപോലെ തന്നെ 17-30 അതുപോലെ ഇനി മാത്സിന്റെ കേസ് പറയാം. മാത്സിൽ ഈ ഒരു സ്റ്റുഡന്റിന്റെ കേസാണ്. നോക്കൂ, മാത്സിൽ ഒരു വർഷം സ്കൂളിൽ പോയിട്ട് +1 ഇവർക്ക് നേടാനായത് വെറും 13 മാർക്കാണ്. അങ്ങനെ പിന്നീട് +2 നോക്കൂ, നിങ്ങൾ തൊട്ട് മുന്നേ +2 താഴെ കാണാം 14 സെക്കൻഡ് ഇയറിലെ TE 14 മാർക്കാണ്. അങ്ങനെ നമ്മുടെ ഫെയിലായിട്ട് സേ ബാച്ചിൽ ജോയിൻ ആയപ്പോൾ കഷ്ടി ഒരു മാസത്തെ സമയം കൊണ്ട് തന്നെ കണ്ടോ അവര് അതിനകത്ത് എത്രയാണ് അവരുടെ TE മാർക്ക് നിങ്ങളൊന്ന് നോക്കിയേ, 32 അതായത് ഒരു വർഷം സ്കൂളിൽ പോയിട്ട് 13 14 ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഒരു മാസത്തെ കഷ്ടി സമയം കൊണ്ട് തന്നെ ഇവരെന്തായി 32. അതുപോലെ ഈ ഒരു കേസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, 9 കെമിസ്ട്രി ഫെയിലായ സമയത്ത്, അതുപോലെ 15 ബയോളജി ഫെയിലായ സമയത്ത് മാർക്ക്. അപ്പം എന്നിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയപ്പോൾ കണ്ടോ കെമിസ്ട്രിയിൽ 36 ബയോളജിയിൽ 39 അവരുടെ +2 മാർക്കിന്റെ കേസാണ്. അതുപോലെ 2 തവണ ഫെയിലായ ഒരു സ്റ്റുഡന്റ് ആണ്. നോക്കൂ നിങ്ങൾ, +1 തന്നെ ഡബിൾ പാസ് വന്നു. അവരെ +1 +2 എഴുതണം എന്ന റൂള് പിന്നെ വന്നപ്പോൾ +1 തന്നെ ഡബിൾ പാസ്സാണ്. +2 അതിനേക്കാളേറെ 46, അതും കെമിസ്ട്രിയിൽ. +2 കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ടഫസ്റ്റ് ആണ് പലർക്കും. അതുപോലെ ഈ ഒരു കേസ് നിങ്ങൾക്ക് കാണാം, കെമിസ്ട്രിയിൽ 6 മാർക്കുമായി ഫെയിലായിട്ട് പിന്നീട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയപ്പോൾ ഇവിടെ 35. അതുപോലെ തന്നെ +1 തന്നെ ഡബിൾ പാസ് വന്ന കേസുകളാണ്. ഇത് ഫെയിലായി 2 തവണ ഫെയിലായിട്ടും +1 36 അടിച്ച കേസാണ്, നോക്കണം നിങ്ങൾ. അതുപോലെ 2 തവണ ഫെയിലായിട്ടും +1 31 വന്ന കേസുകൾ 29. ഈ ഒരു പയ്യൻ 2 തവണയൊന്നുമല്ല 3-4 തവണയും കണ്ട് ഫെയിലായി. അതായത് ആദ്യം +2 എഴുതി ഫെയിലായി, പിന്നെ 2024 അങ്ങനെ ഫെയിലായി, 2025 ഫെയിലായി. അതുപോലെ പിന്നീടാണ് നമ്മുടെ ബാച്ചിൽ 2026 ജോയിൻ ആയപ്പോൾ 2 വർഷം പോയിട്ട് 2026 നമ്മുടെ ബാച്ചിലേക്ക് വരുന്നത്. അങ്ങനെ ആ സമയത്ത് ഇവനെ 3 സബ്ജക്റ്റുകൾ ഫെയിലായിരുന്നു. കെമിസ്ട്രിയിൽ വേണ്ടതിലധികം മാർക്ക് 29 കിട്ടി, പാസ്സായി. ബയോളജിയിൽ എന്തായി 28 വേണ്ടതിലധികം മാർക്ക് കിട്ടി, +2 ഫോക്കസ് ചെയ്ത് പഠിച്ചപ്പോൾ. ഫിസിക്സും അതിനകത്ത് വേണ്ടതിലധികം മാർക്ക് കിട്ടി, മനസ്സിലായില്ലേ? അങ്ങനെ ഈ ഒരു പയ്യന്റെ കേസ് SLCയിലൊക്കെ ഇവന് ലാംഗ്വേജ് ഒക്കെ മാറ്റി നിർത്തിയാൽ ഒരു 4 A+ എന്ന് പറയുന്നത് മുൻ വർഷങ്ങളിൽ മിനിമം A+ ആണ്. എന്നിട്ടും കാരണം അന്നൊക്കെ A+ വാരിക്കോരി കൊടുത്തിരുന്ന സമയമാണ്. എന്നിട്ടും ഇവന്റെ ഫിസിക്സിൽ മാർക്ക് നോക്കിയേ, അവന് BHSC എടുത്തത്, ഫിസിക്സിൽ റീവാലുവേഷൻ കൊടുത്ത് A+ ആയി, കെമിസ്ട്രിയിൽ 56 അറൗണ്ട് ഫുൾ മാർക്കിന് അടുത്തെത്തി, ബയോളജിയിൽ ആൾമോസ്റ്റ് ഫുൾ മാർക്കിലോട്ട് എത്തി, അതായത് 58, ഇനി 2 മാർക്ക് കൂടി ഫുൾ മാർക്ക്. മാത്സ് ഇവർക്ക് സ്ട്രീമിൽ ഉണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ BHSC ആണ്, മാത്സ് സ്കൂളിലില്ല. പിന്നെ വേണമെങ്കിൽ പുറത്തുനിന്ന് സൈഡായിട്ട് എവിടെയെങ്കിലും ജോയിൻ ആയി വേണമെങ്കിൽ പഠിക്കാം. അങ്ങനെ നമ്മുടെ ബാച്ചിൽ മാത്രം ജോയിൻ ആയി വലിയ സീരിയസ്നെസ് കൊടുക്കാണ്ട് മാത്സ് പഠിച്ചിട്ടും കണ്ട 45 മാർക്ക്. അതുപോലെ ഒരുപാട് കേസുകളുണ്ട്, 5-24, 6-27, 5-7 ഒക്കെ ആയിട്ട് അഡ്ഡപടലം പൊട്ടിയിട്ട് +1 8 മാർക്കാണ്. റെഡ് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ 28 വേണമായിരുന്നു. കെമിസ്ട്രിയും ഫിസിക്സും ഫെയിലായിരുന്നു, പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ടും 6 മാർക്കിലോട്ട് അവർക്ക് എഴുതി പാസ്സായി, 10-28 അങ്ങനെ ഒരുപാട് കേസുകൾ. അപ്പം ഈ ഫീൽഡിൽ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അതിനകത്ത് അപ്പം ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് അതിനകത്ത് നമ്മുടെ ഇംപ്രൂവ്മെന്റിന്റെ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ എന്താവുകയാണ്, സ്റ്റാർട്ട് ആവുകയാണ്. ലൈവ് ക്ലാസ്സുകൾ. അപ്പൊ ലൈവ് എന്ന് പറയുമ്പോഴേ പലപ്പോഴും യൂട്യൂബിൽ നിങ്ങളെ മനസ്സിലാക്കുക 1 അവറിന്റെ ലൈവ് ക്ലാസ്സുകൾ എന്ന് പറഞ്ഞിട്ട് പലരും എന്ത് ചെയ്യും, ലൈവ് ക്ലാസ് ആണെന്ന് പറയും. പക്ഷെ ബാക്കി ചിലപ്പോൾ റെക്കോർഡായി. ഈ 1 അവറിന്റെ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് ഇനി സെപ്റ്റംബറിൽ 30 ദിവസമല്ലേ ഉള്ളൂ.
ഈ 30 ദിവസം 3 സബ്ജക്റ്റ് പലരും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടാവുമല്ലോ. സേ സ്റ്റുഡൻസ് ആണെങ്കിൽ 4 സബ്ജക്റ്റ് ഉണ്ടാവും. അപ്പൊ ഈ 3 നിങ്ങൾക്ക് 1 അവർ ലൈവ് വെച്ച് തന്നാൽ ഈ 3 സബ്ജക്റ്റും കൂടി എത്ര കിട്ടും? 1 അവർ വെച്ച് 30 മണിക്കൂർ 3 സബ്ജക്റ്റിന് വിധിച്ചാൽ ഒരു കഷ്ടി 10 മണിക്കൂറെങ്കിലല്ലേ ഒരു സബ്ജക്റ്റിന് ലൈവ് കിട്ടുള്ളൂ. ഈ 10 മണിക്കൂർ കൊണ്ട് എത്ര ചാപ്റ്റർ തീർക്കാനുണ്ട്? ഒരു മണിക്കൂർ കൊണ്ട് എത്ര സ്പീഡിലായിരിക്കും അപ്പം പോകാൻ പറ്റുക? അത് തന്നെ എത്ര ക്വസ്റ്റ്യൻ കവർ ചെയ്യാൻ പറ്റും? ഇതൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ ഈ 1 അവർ വെറും ലൈവ് എന്ന് പേര് വെച്ചുകൊണ്ട് മാത്രം ലൈവ് ആവില്ല. മനസ്സിലായില്ലേ? അപ്പൊ ബാക്കി റെക്കോർഡറാണോ എന്നാൽ കാര്യങ്ങളൊക്കെ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? ജോയിൻ ആവുക. കാരണം നിങ്ങളുടെ സമയം നഷ്ടപ്പെടും, നിങ്ങളുടെ പൈസ മാത്രമല്ല, നിങ്ങളുടെ മാർക്ക് ഷീറ്റിൽ അതിനകത്ത് ഫെയിൽ ആയി കഴിഞ്ഞാൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അല്ലാണ്ട് അതിനകത്ത് 1 അവറിന്റെ ലൈവൊക്കെ അതിനകത്ത് എത്ര സമയം ലൈവ് ഉണ്ട്, 1 അവർ ലൈവും ബാക്കി റെക്കോർഡറാണെന്നൊക്കെ ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക? അതിനകത്ത് ജോയിൻ ആവുക. കൃത്യമായ ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്യാൻ സമയം കിട്ടുമോ, ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടേത് എന്താണ്? നമ്മുടേത് നിങ്ങൾക്ക് വേണ്ട അവേഴ്സ് അതിനകത്ത് ലൈവുകൾ, അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കൽസ് എല്ലാം അതിനകത്ത് നമ്മൾ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. മനസ്സിലായി? 1-2 മണിക്കൂറുകൾ വെച്ചുള്ള ലൈവുകളല്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് നിങ്ങൾ ഓർക്കുക. നമ്മുടെ ഡെമോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. 7736707045. എന്നിട്ട് ക്ലാസ് കൊള്ളാം, അടിപൊളിയാണ്, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ലൈവ് ക്ലാസ്സുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ആയാൽ മതി. ലൈവ് ക്ലാസ്സുകൾ പിന്നെ ആപ്പിൽ റെക്കോർഡായി വരികയാണ്, ഏത് സമയത്തും നിങ്ങൾക്ക് കാണാം. ഇൻ കേസ് ഏതെങ്കിലും ലൈവ് മിസ്സായി കഴിഞ്ഞാൽ പോലും പിന്നീട് അത് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. മൈൻഡ് മാപ്പ്, ഷോർട്ട് നോട്ട്, PDF കാര്യങ്ങളൊക്കെ ആപ്പിലുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ നമ്മുടെ സപ്പോർട്ടാണ് ഇതിനകത്ത്. എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വാട്സാപ്പിൽ എന്നോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഡൗട്ട് കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ടൈം പ്ലാനിലോട്ട് ഇനി പോകാം. അപ്പം ബാച്ചുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 28-ാം തീയതി തുടങ്ങിയിട്ട് നമ്മൾ ഒക്ടോബർ 2 ആകുമ്പോഴേക്ക് അങ്ങ് ഫിനിഷ് ആക്കണം. പിന്നെ 12-ാം തീയതി എക്സാം. അപ്പൊ ലാസ്റ്റ് ആ ഒരു 10 ഡേയ്സ് 9 to 10 ഡേയ്സ് നമുക്ക് എന്ത് ചെയ്യാം? റിവിഷന് കിട്ടുന്ന രീതിയിൽ. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ തീർത്താൽ നിങ്ങൾക്ക് ഒരു 10 ദിവസമൊക്കെ ഒക്ടോബർ 1 ആകുമ്പോഴേക്കും തീർത്താൽ അപ്പം 2 പോയാൽ 9 ദിവസം റിവിഷന് കിട്ടും. അപ്പൊ ലാസ്റ്റ് ആ ഒരു 1 വീക്കിലധികം റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മാക്സിമം അതിനകത്ത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യുക? കസ്റ്റമൈസ് ചെയ്യുക. ഇവിടെ 6 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ബയോ ഞാൻ 4 സബ്ജക്റ്റിനും ഇട്ടിട്ടുണ്ട്. കാരണം പലർക്കും പല രീതിയിലായിരിക്കുമല്ലോ പലരും. അപ്പൊ എന്തായാലും നിങ്ങൾ സ്കൂളിൽ ഇപ്പോൾ സേ സ്റ്റുഡൻസ് ആണെങ്കിൽ 4 സബ്ജക്റ്റ് പഠിക്കുന്നവരുണ്ടാകാം. പക്ഷെ സ്കൂളിൽ പോകുന്നവർ നിങ്ങൾക്ക് എന്തായാലും +1 എന്ത് ചെയ്യുള്ളൂ? 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നറിയോ? ഈ പ്ലാൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കെമിസ്ട്രിയും മാത്സും ഫിസിക്സും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കെമിസ്ട്രി എന്ത് ചെയ്യാന്നറിയാം? ഈ 6 to 7 കുറച്ച് നേരത്തേക്ക്, അതായത് ഞാൻ ഈ കെമിസ്ട്രിക്ക് ഇവിടെ 1.25 മണിക്കൂറും മാത്സ് കുറച്ച് ചെയ്യാനുള്ളതുകൊണ്ട് 1.5 മണിക്കൂറുമാണ്. അപ്പൊ കെമിസ്ട്രിക്ക് എന്ത് ചെയ്യുക? ഈ 1.25 മണിക്കൂർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ബയോളജി ഇല്ലെങ്കിൽ ഈ 6 മണിക്ക് തന്നെ തുടങ്ങിയിട്ട് 6 to 1.25 മണിക്കൂർ 7:15 വരെ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കെമിസ്ട്രി പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് അവസാനം ഈ ബയോളജിയുടെ 1 അവർ ഉണ്ടല്ലോ, അതിവിടെ സമയം ബാക്കി കിട്ടും. പറഞ്ഞു മനസ്സിലായോ? ഈ കെമിസ്ട്രി ഇങ്ങോട്ട് ബയോളജി നിങ്ങൾക്ക് ഇല്ലാന്ന് വിചാരിച്ചു, കെമിസ്ട്രി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ദെൻ മാത്സ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ബയോളജിയുടെ ടൈം 1 അവർ ഇവിടെ കിട്ടും. അത് റിവിഷന് വേണ്ടി ഉപയോഗപ്പെടുത്താം. അപ്പൊ ഡെയിലി റിവിഷൻ ചെയ്യണം, ഇല്ലാണ്ട് വെറുതെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. അപ്പൊ ഇതാണ് ഈ ടൈം ടേബിളിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? 3 സബ്ജക്ട് റിവൈസ് ചെയ്യുന്നവർക്ക്. പിന്നെ സേ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് പകലൊക്കെ സമയം കിട്ടുമല്ലോ, അപ്പൊ നിങ്ങൾ അത് റിവൈസ് ചെയ്താൽ മതി. അപ്പം സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ ഇനി ബയോളജി ഉള്ളവരാണ്, കെമിസ്ട്രി മാത്സ് ആണ്, ഫിസിക്സ് ഇല്ലെങ്കിൽ ഫിസിക്സിന്റെ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റിവൈസ് ചെയ്യാമല്ലോ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് അവസാന സമയം എന്തായാലും റിവിഷൻ എന്ത് കിട്ടും? അപ്പൊ ആ സമയത്ത് ഡെയിലി നിങ്ങൾ പഠിച്ചത് റിവൈസ് ചെയ്ത് അപ്പം തന്നെ റിവൈസ് ചെയ്ത് പോകണം. അപ്പൊ 1 അവർ റിവിഷനും ഇവിടെ സെറ്റ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. പിന്നെ ഓരോ ചാപ്റ്റേഴ്സ് ഞാൻ അതിനകത്ത് വെയിറ്റേജ് വെച്ചിട്ട്, അനിമൽ കിങ്ഡം ഹൈ വെയിറ്റേജ് ആണ്, അപ്പൊ അതാണ് ആദ്യം വെച്ചിരിക്കുന്നത്. സം ബേസിക് കൺസെപ്റ്റ് നിങ്ങൾ പലരും പഠിച്ചിട്ടുണ്ടാവും, എളുപ്പമാണ്. അതുകൊണ്ട് ആദ്യം ഒരു തുടക്കത്തിൽ ഞാൻ അത് വെച്ചതാണ്. ബാക്കി പിന്നെ വെയിറ്റേജ് നോക്കി സ്ട്രക്ചർ ഓഫ് ആറ്റം, ബോണ്ടിങ് അങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ സെറ്റ്സും എളുപ്പമാണ്. ആദ്യം അപ്പൊ ഒരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടി സെറ്റ്സ് ആണ് മാത്സിൽ വെച്ചിരിക്കുന്നത്. പിന്നെ റിലേഷൻ, ബാക്കി പിന്നെ ഫംഗ്ഷൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മാറ്റി വെച്ചോളൂ കേട്ടോ. അതിന്റെ സമയം പെർമ്യൂട്ടേഷൻ അങ്ങോട്ട് എടുത്താൽ മതി. പിന്നെ മോഷൻ ഇൻ 1 ഡയമെൻഷൻ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ആ ഒരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഫിസിക്സ് ഫസ്റ്റ് എളുപ്പമുള്ള ചാപ്റ്ററിൽ അത് വെച്ചതാണ്. പിന്നെ ബാക്കി വെയിറ്റേജ് നോക്കിയിട്ട് മോഷൻ ഇൻ 1 ഡയമെൻഷൻ അങ്ങനെ. പിന്നെ മോഷനിന്റെ പ്ലെയിൻ അതുമായി മോഷൻ ഇൻ 1 ഡയമെൻഷനുമായി ബന്ധപ്പെട്ട് വരുന്നതുകൊണ്ട് മോഷനിന്റെ പ്ലെയിൻ ഇട്ടതാണ്. അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അത് മാത്രമല്ല നിങ്ങൾക്ക് ഞാൻ കുറച്ച് PDF ഫ്രീ ആയിട്ട് തരാം. ഈ വീഡിയോയുടെ താഴെ കമന്റ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഞാൻ ഓരോ സബ്ജക്റ്റിലെയും 4 സബ്ജക്റ്റിലെയും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയിലെയും ഫസ്റ്റ് ചാപ്റ്ററിന്റെ PDF, മൈൻഡ് മാപ്പ്, ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരാം. നിങ്ങൾ അതിനകത്ത് എന്നെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയിട്ട് എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ അത് പിന്നെ ഇതിനകത്ത് അങ്ങനെ 6-ാം തീയതി ഈ മഞ്ഞ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താ പറയുക? ഞായറാഴ്ച ദിവസങ്ങളാണ്. അപ്പൊ ഞായറാഴ്ച ആകുമ്പോൾ വൈകിട്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാം. പക്ഷെ പകല് കുറെ ഫ്രീ ടൈം കിട്ടൂലേ? അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ ഇത് 14-ാം തീയതി കഴിഞ്ഞ് അങ്ങനെ 23-ാം തീയതി കഴിഞ്ഞ് ചില ചാപ്റ്റേഴ്സ് ഓർഗാനിക് ഒക്കെ ഞാൻ കണ്ടില്ലേ നന്നായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് 4 ദിവസമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം നന്നായിട്ട് തന്നെ പെട്ടെന്ന് പഠിച്ചു പോവുകയാണെങ്കിൽ ഇതിൽ ഈ 2-ാം തീയതി ഒന്നും ആവില്ല, അതിന്റെ മുന്നേ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ തീർക്കാം. പക്ഷെ അപ്പോഴും ചില ചാപ്റ്റേഴ്സ് പെൻഡിങ് വന്നിട്ടുണ്ട്, വെയിറ്റേജ് കുറഞ്ഞിട്ടുള്ള ചില ചാപ്റ്റേഴ്സ്. ഉദാഹരണം ഇപ്പൊ ന്യൂറൽ കൺട്രോൾ, അപ്പൊ ഞാൻ ഇതിനിപ്പോ കൺട്രോൾ ഇങ്ങനെ കംപ്ലീറ്റ് എഴുതിയിട്ടില്ല. അപ്പൊ ഇത് കംപ്ലീറ്റ് എഴുതിയ സംഭവം, ചാപ്റ്റേഴ്സ് ഒക്കെ എഴുതിയ സംഭവം നമ്മളെ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ അതിനകത്ത് ഇട്ടേക്കാം. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഇട്ടേക്കാം, നിങ്ങൾ ജോയിൻ ആയിക്കോളൂ. PDF കിട്ടാൻ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഈ സംഭവങ്ങൾ ഇട്ടേക്കും. ഇതിന്റെ കംപ്ലീറ്റ് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, കെമിക്കൽ കോർഡിനേഷൻ, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്, ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് പേരുകൾ. ചിലതൊന്നും ഞാൻ കംപ്ലീറ്റ് ഇവിടെ ഇട്ടിട്ടില്ല, ചിലതൊക്കെ ഓർഗാനിക് 1 അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ഒക്കെയാണ്, അത് ജസ്റ്റ് അങ്ങനെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് PDF കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ആയിക്കോളൂ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒക്ടോബർ 2-ന് ഇത് ഫിനിഷ് ചെയ്താലും അപ്പോഴും നമുക്ക് ഫിനിഷ് ചെയ്യാത്ത ചാപ്റ്റേഴ്സ് ആണ് ഈ ന്യൂറൽ കൺട്രോള്, അതുപോലെ തന്നെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്, അങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് അതിനകത്ത്, കൈനറ്റിക് തിയറി, ഓസിലേഷന്, വേർബ്സ് ഒക്കെ. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഞായറാഴ്ച ഞാൻ പറഞ്ഞു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫ്രീ അല്ലേ, അപ്പൊ ആ സമയത്ത്, കാരണം ഡെയിലി റിവിഷൻ നമ്മൾ അന്നു തന്നെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ കുറച്ച് സമയം എന്ത് ചെയ്യുക, ആ വീക്കിലെ റിവിഷന് വേണ്ടി ഞായറാഴ്ച മാറ്റി വെക്കാം. ബാക്കിയുള്ള സമയത്ത് നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യാൻ തീർക്കാം. കാരണം 5 ഞായറാഴ്ചകളോളം ഉണ്ട്. 30-ാം തീയതി ഞായറാഴ്ചയാണ്, സെപ്റ്റംബർ 6 ഞായറാഴ്ചയാണ്, സെപ്റ്റംബർ 13 ഞായറാഴ്ചയാണ്, സെപ്റ്റംബർ 20, 27 അങ്ങനെ ഇപ്പോൾ 1, 2, 3, 4, 5 ഞായറാഴ്ച ഉണ്ട്. ഈ 5 ഞായറാഴ്ചകളിൽ നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ടുള്ള ഈ ലോ വെയിറ്റേജ്, അധികം വെയിറ്റേജ് ഇല്ലാത്ത ചാപ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഫുള്ള് ഫിനിഷ് ചെയ്ത് പിന്നെ ഒക്ടോബർ 2-ന് ആകുമ്പോഴേക്കിനെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ റിവിഷനിലോട്ട് പോകാം. അതിന് മുന്നേ തന്നെ നിങ്ങൾ ഞായറാഴ്ചകൾ റിവൈസ് ചെയ്യുന്നുണ്ട്, ഡെയിലി അന്നന്ന ടോപ്പിക് റിവൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്കിലോട്ട് എത്താൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ ഇതെല്ലാം കൂടി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് ഡബിൾ പാസ് വേണ്ടവരാണെങ്കിൽ, ഞാൻ ആ രീതിയിൽ അതിന്റെ സ്ട്രാറ്റജീസ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. പാസ് മാർക്ക് വേണ്ടവർക്ക് എന്ത് ചെയ്യണം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഡബിൾ പാസ് വേണ്ടവർ, കാരണം ഇതെല്ലാം കൂടി പഠിച്ചിട്ട് അവൈലായിട്ട് കാര്യമില്ലല്ലോ. ഇതിപ്പോൾ ഞാൻ ഫുൾ മാർക്ക് അല്ലെങ്കിൽ A+ വേണ്ടവർക്ക് ഈ രീതിയിൽ ഇതിനകത്ത് നിങ്ങളുടേതായ രീതിയിൽ പോകാം. അതല്ലാതെ തന്നെ നിങ്ങൾക്ക് വേണ്ടത് ഏതാണ് എന്നുള്ളത് ഞാൻ അതിനകത്ത് കമ്മ്യൂണിറ്റിയിൽ അതിനകത്ത് പറഞ്ഞേക്കാം. ഒപ്പം തന്നെ അടുത്ത വീഡിയോ ആക്കിയിട്ടും ചെയ്യാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കണം, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആകാൻ മറക്കണ്ട. പിന്നെ ബാച്ചിൽ ജോയിൻ ആകാൻ ഞാൻ എൻ്റെ നമ്പർ പറഞ്ഞല്ലോ, 77 36 70 70 45 ആണ് എൻ്റെ നമ്പർ. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ടൈം ടേബിളുമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിച്ചോളൂ. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് പഠനവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, 77 36 70 70 45. അപ്പോൾ എല്ലാവർക്കും അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു വൈബിൽ അങ്ങ് പഠിച്ചു പോകണം. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.